ഹായ് ഡിയേഴ്സ്, നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതൊരിക്കലും ആകസ്മികമായി കാണുന്നതല്ല. അതിനൊരു റീസൺ ഉണ്ടാകും. നിങ്ങൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ വീഡിയോയിലുള്ളത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾ എന്താണ് അറിയേണ്ടത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാനിടയായത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടാൻ പോവുകയാണ്. അതാണിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് കാർഡ്സ് ആണ് 4 of Wands, 8 of Pentacles. നിങ്ങളുടെ എഫേർട്സ്, അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ടൈം, എഫേർട്ട് എല്ലാം നിങ്ങളുടെ ഈ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും വർക്കാകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ ഫീലിങ്സ് ഉണ്ട് നിങ്ങൾക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷൻ ഉണ്ട്, ഇറിറ്റേഷൻ ഉണ്ട്. അതായത് യൂണിവേഴ്സ് എന്നെ ബ്ലെസ് ചെയ്യുന്നില്ല, ഗോഡ് എന്നെ ബ്ലെസ് ചെയ്യുന്നില്ല, അങ്ങനെ കുറേ കംപ്ലയിൻസും നിങ്ങൾക്കുണ്ട്. നല്ലതൊന്നും എൻ്റെ ലൈഫിൽ വരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള തോട്ട്സാണ് നിങ്ങൾക്കിപ്പോൾ കൂടുതലും ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണ്, അതായത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല റെസ്റ്റ് എടുക്കുക. ഒരു കാര്യത്തിലും നിങ്ങൾ ഓവറായി ടെൻഷൻ അടിക്കരുത്. നല്ല റിലാക്സ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന എന്താണോ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വർക്ക് കണ്ടിന്യൂ ചെയ്യുക. അതാണ് നിങ്ങളോട് യൂണിവേഴ്സ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നൊരു കാർഡ്സാണ് 9 of Cups. അപ്പോൾ ഈ 9 of Cups എന്താണ് പറയുന്നത് നോക്കാം. ഇത് നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് ആണെന്നാണ് നിങ്ങളോട് പറയുന്നത്. ഇതിപ്പോൾ ഓരോരുത്തരുടെ കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ, അവരുടെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ ഒരു മാരേജിനോ ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നടക്കും, അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു ലവ് റിലേഷൻഷിപ്പിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ക്യാഷിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ക്യാഷ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടിയോ ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയോ ഒക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ടൈമാണെന്ന് പറയാൻ കാരണം. നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായാലും അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് അത് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളിപ്പോൾ ഒരു സ്പെസിഫിക് പേഴ്സണ് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവരുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ നിങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന വേറെ രണ്ട് കാർഡ്സാണ് നൈറ്റ് ഓഫ് വാൻഡ്സ് ആൻഡ് ഏസ് ഓഫ് സോർഡ്സ്. ഇത് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ അത് നിങ്ങളിലേക്ക് വരികയാണ്. ഇനിയിപ്പോൾ ഈ കാര്യങ്ങൾ എപ്പോഴാണ് എന്നിലേക്ക് വരിക, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിർത്തിയിട്ട് നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ സ്വയം ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂണിവേഴ്സിനെ സംശയിക്കുകയാണെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇതൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എനിക്കിതൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ കൺഫ്യൂസിങ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എത്രമാത്രം ഡൗട്ട്ഫുൾ ആകുന്നു അല്ലെങ്കിൽ എത്രമാത്രം കൺഫ്യൂഷൻ ആകുന്നു, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൂടുതൽ സിറ്റുവേഷൻസ് തരും. എന്താണെന്നോ, നിങ്ങളുടെ ആ ഒരു അവിശ്വാസം ഉറപ്പിക്കുന്ന തരത്തിൽ അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. അങ്ങനെ നിങ്ങളുടെ ആ ഡൗട്ട്സ് എല്ലാം കൺഫേം ആകും. നിങ്ങൾക്ക് എന്താണോ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ടത് നിങ്ങൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതിനെല്ലാം നിങ്ങൾ നന്ദി പറയുക. അതാണ് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ശരിക്കും എല്ലാവർക്കും അറിയില്ല ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. ആക്ച്വലി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നിങ്ങളുടെ സമൃദ്ധിയുടെ ഫ്രീക്വൻസി വർദ്ധിക്കുകയും നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കൂടുതൽ ലഭിക്കുകയും ചെയ്യും.
നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ ലഭിക്കും. നിങ്ങൾ നന്ദിയുള്ളവരായിരുന്നാൽ മാത്രം മതി. എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി പറയുക. നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവരാകുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ ആ നന്ദി പറയുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലൈഫിലെ എല്ലാ ഏരിയയിലും നിങ്ങൾക്കിപ്പോൾ അബൻഡൻസ് ലഭിക്കാൻ പോവുകയാണ്. ലവ്, മണി, ജോബ്, ഫാമിലി, ഹെൽത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ ചിലരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചില പുതിയ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് ലഭിക്കും. ഇനി നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയില്ലല്ലോ. നിങ്ങളുടെ പേഴ്സണലിൽ നിന്നൊരു മെസ്സേജ് ആണോ, അല്ലെങ്കിൽ ഒരു ജോബ് ഓഫറാണോ, ഒരു ബിസിനസ് ഡീലാണോ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാർഡ് കിട്ടിയിരുന്നു ജസ്റ്റിസ്. ജസ്റ്റിസ് പറയുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ വർക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇനി ഈ സൺ എന്ന കാർഡ് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ സൺ എന്നുള്ള കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിരുന്നു. എന്തായാലും നിങ്ങളുടെ സിറ്റുവേഷൻ മാറാൻ പോവുകയാണ്. എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്നറിയില്ല. നിങ്ങൾ കടന്നു പോയിട്ടുള്ള മോശം അവസ്ഥകളെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സ്ട്രഗ്ലിങ്സ്, സ്ട്രെസ്, ആങ്സൈറ്റി അതെല്ലാം മാറി നല്ല കാലം നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകളൊന്നും തന്നെ കളയാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും.